അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഖുർആനിലെ 2 പ്രധാന ആയത്തുകളെക്കുറിച്ചാണ്. ഈ ആയത്തുകൾ ഓതിയാലുള്ള ഗുണം എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. വളരെ പുണ്യങ്ങൾ നിറഞ്ഞ 2 ആയത്തുകളാണിത്. ഈ ആയത്തുകൾ ചൊല്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. മറക്കാതെ മുടങ്ങാതെയും ഈ 2 ആയത്തുകൾ ഓതാൻ ശ്രമിക്കുക. തൗബ സൂറത്തിലെ ആയത്ത് ആയതിനാൽ ബിസ്മി ചൊല്ലാതെ പകരം ഔദ് ചൊല്ലിയാണ് ഈ ആയത്തുകൾ ഓതേണ്ടത്. ഒരുപാട് തവണ ഈ ആയത്ത് ഓതുന്നുവെങ്കിൽ ആദ്യത്തെ തവണ ചൊല്ലുമ്പോൾ മാത്രം ഔദ് കൊണ്ട് ഓതി തുടങ്ങിയാൽ മതി. ഓരോ ഫർള് നിസ്കാരത്തിന് ശേഷം ഈ 2 ആയത്തുകൾ 7 തവണ ചൊല്ലി വന്നാൽ ആ ആൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ആയത്തുകൾ അങ്ങേയറ്റം പ്രിയപ്പെട്ടതും വലിയ മഹത്വമുള്ളതാണ്. നബിയുടെ കാരുണ്യം, അള്ളാഹുവിൻ്റെ മതിയായ സംരക്ഷണം, പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനം എന്നിവ ഈ വചനങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ആ ആയത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ ആയത്തുകളുടെ അർത്ഥം എന്താണെന്ന് നോക്കിയാലോ. തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് സംഭവിച്ചു പോകുന്ന ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് പ്രയാസകരമാണ്. നിങ്ങളുടെ വിജയം അദ്ദേഹം ആഗ്രഹിക്കുന്നു. സത്യവിശ്വാസികളുടെ ദയയും കാരുണ്യവനുമാണ് അദ്ദേഹം. ആയത്ത് 129 അർത്ഥം. ഇനി അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ പറയുക, എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. ഞാൻ അവൻ്റെ മേൽ ഭാരമേൽപ്പിച്ചിരിക്കുന്നു. അവൻ മഹത്തായ അർശിൻ്റെ നാഥനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അങ്ങേയറ്റത്തെ കാരുണ്യവും ഉമ്മത്തോടുള്ള സ്നേഹവും ഈ ആയത്തുകൾ വ്യക്തമാക്കുന്നു. ഈ ആയത്തുകൾ പതിവാക്കുന്നവരുടെ ഹൃദയത്തിലെ പ്രയാസങ്ങളും ഭയവും അള്ളാഹു നീക്കിക്കളയുന്നു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹു മാത്രം മതി എന്ന ദൃഢബോധം നൽകുന്നു ഈ ആയത്തുകൾ. ഈ ആയത്തുകൾ ദിവസേന 41 പ്രാവശ്യം ചൊല്ലിവന്ന അത്ഭുതങ്ങളുടെ കലവറ തന്നെ തുറക്കപ്പെടും. മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ ആയത്ത് പകലിൽ ഓതിയാൽ ആ പകൽ അയാൾ മരിക്കില്ല. രാത്രി ഓതിയാൽ ആ രാത്രി അവൻ മരിക്കില്ല. ഈ ആയത്തുകൾ ഇന്നു മുതൽ പതിവാക്കാൻ എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാവർക്കും ഈ ആയത്തുകൾ ദിവസവും ഓതാൻ സാധിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.